ഹായ്. ഹലോ. ഹലോ ഹലോ ആൻഡ് വെൽക്കം ടു മോഹൻലാൽ ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ കാലടിയിലാണ്. ശൈല ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ശൈല ചേച്ചിനെയും ശൈല ചേച്ചിയുടെ മക്കളെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഹലോ ശൈല ചേച്ചി, ഇത് പേര് പറയൂ. നീ അശ്വത്, അത് തന്നെ. ഓക്കെ. ജാനകി എന്താ ചെയ്യണേ? എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ. അശ്വത് എന്താ ചെയ്യണേ? സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിട്ടുള്ളൂ. അയ്യടാ. ഇനി ഞാൻ അഭിരാമി. ഇനി നയൻത്തിലോട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലീവൊക്കെ ആയിട്ട് ഇങ്ങനെ ജോളി ആയിട്ട് വീട്ടിൽ എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശൈല ചേച്ചി ഇന്നത്തെ എപ്പിസോഡിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. നമ്മളിന്ന് വെജിറ്റബിൾ കാർവിങ്ങിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും. ശൈല ചേച്ചി ഭയങ്കര എക്സ്പേർട്ടാണ് വെജിറ്റബിൾ കാർവിങ്ങിൽ. ചെറുപ്പം പോലെ അല്ലേ? ഏത് പ്രായത്തിലാണ് തുടങ്ങിയത് വെജിറ്റബിൾ കാർവിങ്? 15 വയസ്സിൽ തുടങ്ങിയതാണ് ചേച്ചി. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ചേച്ചിയുടെ ആ ഒരു ഇൻട്രസ്റ്റ് എന്താണെന്ന്. അപ്പം ഇന്ന് വെജിറ്റബിൾ കാർവിംഗ് ഉണ്ട്. പിന്നെ എന്താ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? പ്രോൺ മസാല. അപ്പോൾ 2 സാധനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വെജിറ്റബിൾ ഫ്രൈയോ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഇനി നോക്കാം. വൺസ് അഗൈൻ വെൽക്കം ടു മോഹൻലാൽ ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള. ഞങ്ങൾ ശൈല ചേച്ചിയുടെ കിച്ചണിൽ എത്തിക്കഴിഞ്ഞു. എല്ലാം റെഡിയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് വെജിറ്റബിൾ കാർവിംഗ് എന്ന് പറയുന്നത് നല്ല സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ? അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിയൊക്കെ വേണം അല്ലേ? അപ്പം എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്കപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺ മസാല അഥവാ കൊഞ്ച് മസാല. അപ്പം നമുക്കിനി അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 250 ഗ്രാം കൊഞ്ച് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. 250 ഗ്രാം കൊഞ്ചാണ് ഇവിടെ ഉള്ളത്. പിന്നെ 3 സവാള, തക്കാളി എത്ര? 2 തക്കാളി, പിന്നെ ചില്ലി പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഓക്കെ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ പച്ചമുളക്. അതെ. ഓക്കെ. ഇതൊക്കെയാണ് പ്രോൺ മസാലയ്ക്ക് ആവശ്യമുള്ള. ബാക്കി വെജിറ്റബിൾ ഫ്രൈനുള്ള. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം പ്രോൺ മസാല തുടങ്ങാം. അടുപ്പ് കത്തിക്കാം. ഓക്കെ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. തീ കുറയ്ക്കട്ടെ? നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചതച്ച് വെച്ചു. ഓക്കെ. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുകയാണ്. നല്ലപോലെ ചതച്ച് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ വെജിറ്റബിൾ കാർവിംഗിലേക്ക് എങ്ങനെയാണ് ചേച്ചിക്ക് ഇൻട്രസ്റ്റ് വന്നത്? കൊച്ചിലെ തൊട്ട് വെജിറ്റബിൾ കറിങ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ചെറിയ ചെറിയ പൂക്കൾ ചെറിയ പൂക്കളാണ് ആദ്യം ചെയ്ത് തുടങ്ങിയത്. അതെ അതെ. ഓക്കെ. ചേച്ചി ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കിക്കോളൂ. ഈ സൈഡിൽ മുഴുവൻ നല്ല മനോഹരമായ വെജിറ്റബിൾ കാർവിംഗ്, പക്ഷികളും പൂക്കളും, ഒരു വള്ളം. അതൊന്നും എടുത്തൊരു നോക്കട്ടെ. ഇതേ വെള്ളരിക്ക വള്ളമാണിത്. ഇതെന്താ ചേച്ചി? ഇത് വെള്ളത്തിന് ആളാണോ? അത് വെള്ളത്തിൽ ആള് മുങ്ങിപ്പോകുന്നതാണോ? മുങ്ങിപ്പോകുന്നതല്ല, തുഴയാനായിട്ട്. ഗ്രേപ്സ് ആണ്. അത് തിന്നാവോ? അയ്യോ, ഞാൻ ആളെ തിന്നു. സോറി. അപ്പം എന്തായാലും നല്ല രസമുണ്ട്. നല്ലൊരു വള്ളം. ഇത് വെള്ളത്തിൽ മുങ്ങാണ്ട് നിൽക്കുമോ? മുങ്ങാണ്ട് നിൽക്കും. അയ്യോ, ശരിക്കും? പക്ഷെ വെയിറ്റ് ഉണ്ടല്ലോ. ഇല്ല, കുക്കുംബറിന് വലിയ വെയിറ്റ് ഇല്ല. അപ്പോൾ ഇത് ചേച്ചി മാറ്റി വെച്ചോളൂ. മുങ്ങിപ്പോവാണ്ട് നോക്കിയോളൂ. അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ബ്രൗൺ കളർ ആവണം. അതിൻ്റെ ആ സ്മെല്ല് വരുന്നവരെ, നല്ലൊരു മണമൊക്കെ വരുന്നവരെ ഒന്ന് വഴറ്റണം. ഒന്ന് വഴറ്റിയിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി. പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെന്താ ഇങ്ങനത്തെ വെളുത്ത പച്ചമുളകോ? അപ്പം പച്ചമുളക് വലിയ മുളകോ? അപ്പം പച്ചമുളക് എത്ര എണ്ണമാണിത്? ഇതൊരു 4 എണ്ണം. ഓക്കെ. 4 പച്ചമുളക് ഇടട്ടെ? ഇട്ടോളൂ. ഓക്കെ. 4 പച്ചമുളക്. ഇതൊന്ന് സോട്ടയാകുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഓക്കെ. ഇതിപ്പോൾ നമ്മളൊരു 3 ഉള്ളി, 3 സവാള നല്ല നന്നായിട്ട് സ്ലൈസ് ചെയ്ത് തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്ത് അത് ഇടാൻ പോവാണ്. സവാള നന്നായിട്ട് ബ്രൗൺ ആയി വരണം. ഇത് വഴറ്റി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലവറിൻ്റെ സംസാരിക്കണം. ചേച്ചി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ ഓരോന്നായിട്ട്.
ഇത് ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ള ഫ്ലവറാണ്. ഇത് ഒരുപാട് നമ്മൾ ക്ഷമയോടുകൂടി ഓരോ ലീഫും കട്ട് ചെയ്ത് സൂക്ഷിച്ച് കട്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇത് എത്ര നേരം എടുക്കും ഏകദേശം? ഇതൊരു 20 മിനിറ്റെങ്കിലും എടുക്കും. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം ഇട്ട് വഴറ്റുകയാണ്. കുറച്ച് പച്ചമുളകും ഉണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഏകദേശം 20 മിനിറ്റോളം. 20 മിനിറ്റോളം നന്നായിട്ട് ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഫ്ലേവർ വരുന്നുണ്ട്. ഇങ്ങനെ ഫ്രൈ ആയ മണം. നല്ല ഉള്ളിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടല്ലേ? ആ, നല്ല ക്രിസ്പി ആയി. ഇനി നമുക്ക് കുറച്ച് ചില്ലി പൗഡർ. പ്രോൺ മസാല നല്ല എരിവുള്ള പ്രോൺ മസാലയാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എത്ര ഇടണം? 1 ടീസ്പൂണ്. 1 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് പാകത്തിന്. ഒരു മിനിറ്റ് വറുത്ത ശേഷം നമുക്ക് ടൊമാറ്റോ സ്ലൈസ് ചെയ്ത ടൊമാറ്റോ ഇടാം. തക്കാളിയുടെ ഫ്ലേവറാണ് അപ്പോൾ ഇറങ്ങണ്ട. ഇനി തക്കാളി ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ വേറൊരു ഫ്ലേവർ വരും. ഇതിപ്പോൾ കണ്ടാൽ അറിയാം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് എത്ര നേരം ഇത് വഴറ്റണം? തക്കാളി ഇട്ടതിന് ശേഷം ഇതൊരു നമ്മളൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്നും. ചന്തു ഇങ്ങ് വരും. ഇതാണ് ചന്തു. നിനക്ക് ഇഷ്ടമാണോ പ്രോൺസ് ഒക്കെ? കൊഞ്ച് ഫ്രൈ ഇഷ്ടമാണ്? അധികം കൊഞ്ചരുത് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ? ഇനി എന്താണ്? ഇനി കൊഞ്ച് ഫ്രൈഡാ. അതെ. ഇത് കഴുകി വെച്ചിരിക്കുന്നു, നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 250 ഗ്രാം. നല്ല സ്മെല്ലൊക്കെ വരുന്നു. എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം അടച്ചു വെച്ചാണ് ചെയ്യുന്നത്. അടച്ചു വെച്ച് വേകുന്നത്. തീ കുറച്ച് സ്ലോയിലിട്ടിട്ട്. അപ്പോൾ തീ കുറയ്ക്കണം. അപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു സാധനം കാർവ് ചെയ്ത് കാണിച്ചു തരാം. ഇതിന് സ്പെഷ്യൽ കത്തികളൊക്കെ ഉണ്ടല്ലോ. ഇതെന്താണിത്? വെജിറ്റബിൾ കാർവിങ്ങിൻ്റെ സ്പെഷ്യൽ നൈഫ്. ഇതില്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വെരി സോറി. പക്ഷെ ഇതുണ്ടെങ്കിൽ ചെയ്യാല്ലേ? അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കാണ്. പക്ഷെ ഇത് എന്തായാലും കുക്കാവാൻ കുറച്ച് സമയം എടുക്കും. 10 മിനിറ്റ്സോളം അടച്ചു വെക്കണം. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ കൊഞ്ച് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് ഈ പൂവ്, അതായത് ക്യാരറ്റ് വെച്ച് എങ്ങനെയാണ് ഈ പൂവ് അവരുണ്ടാക്കിയിരിക്കണമെന്ന് നോക്കാം. അപ്പോൾ ശൈല ചേച്ചി തുടങ്ങിക്കോളൂ. ഓക്കെ. ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മളൊരു ക്യാരറ്റ് എടുത്തിട്ട്, വലിയ ക്യാരറ്റ്. വലിയ ക്യാരറ്റ്, പൂവിൻ്റെ ഷേപ്പ് അനുസരിച്ചുള്ള ക്യാരറ്റ് നമ്മൾ എടുക്കണം. നടുക്ക് സ്കൂപ്പ് ചെയ്ത് ലീഫ് എടുക്കാനുള്ള വെൻറ്റൻ്റെ ഒക്കെ ഓരോന്ന് എടുക്കാനുള്ള രീതിയിൽ അതിനെ സ്കൂപ്പ് ചെയ്ത് മാറ്റണം. ഓക്കെ. ഓരോ ഇതെന്തിനാ ഇങ്ങനെ ഈ ഓരോ ലീഫ് ഇതേ കണ്ടില്ലേ, ഈ മുകളിൽ ഓരോ ലീഫ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതളുകൾ. ഏതളുകൾ. ഇതിൻ്റെ ഓരോ ഏതളും പ്രത്യേകം കട്ട് ചെയ്തെടുക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇങ്ങനെ ഓരോ ഏതളും എടുക്കുകയല്ല ചെയ്യുന്നത്, വെട്ടി വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അടുത്ത ലെയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ. അപ്പം നമുക്കൊരു പൂ കിട്ടിയില്ലേ? ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓരോ ഏതെല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഒരു ലെയറായി ഇതുപോലെ നമുക്ക് ഒരു 10-15 ലെയർ കട്ട് ചെയ്ത്. അതെനിക്ക് മനസ്സിലായി. അപ്പം അടുത്തത് ചെയ്യണം. ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് ചേച്ചി. ഇത് 1/2 മണിക്കൂർ എടുക്കുന്നത്. നമുക്ക് ഇതുണ്ടല്ലോ, അപ്പം ഇങ്ങനെ കുറേ നേരം ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് വരും. അപ്പോൾ ഇനി ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം അതിനിടയ്ക്ക് ഇതൊന്നും ഇളക്കണം അല്ലേ? ഇളക്കിതൊക്കെ. എങ്കിൽ പിന്നെ നമുക്ക് തക്കാളി വെച്ച് ആ പൂ ഉണ്ടാക്കാം. തക്കാളിയുടെ തൊലി വെച്ച്. അത് പിന്നെ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ. ഒരു സാധാ തക്കാളി എടുക്കുക. ഏറ്റവും മുകൾ ഭാഗത്ത് സ്കിന്ന് മാത്രമായിട്ട് റിമൂവ് ചെയ്തെടുക്കണം. മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് അത് ചുറ്റി അത് കട്ടായി പോവാതെ സൂക്ഷിച്ച്
ഇത് എല്ലാത്തിനും ഈ നൈഫാണ് പ്രാധാന്യം. നമ്മുടെ കൈക്ക് ഒതുങ്ങിയ നൈഫ് നമ്മൾ വാങ്ങിക്കണം. കാർവിങ് സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഫസ്റ്റ് ഇങ്ങനെ ഒറ്റ ലെയറായിട്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അത് റോൾ ചെയ്യണം. പൂവിൻ്റെ ഷേപ്പിൽ. അതെ, റോസ് പൂവിൻ്റെ ഷേപ്പിൽ അതിന് റോൾ ചെയ്ത്. ഓഹോ, അപ്പം മറ്റേ മേൽഭാഗം ബേസ് ആയിട്ട് മാറും. ഇങ്ങനെ ഒരു പൂവായി. എന്നിട്ട് അതിലൊരു കറി ലീവ്സൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയാവും. അപ്പം എൻ്റെ കയ്യിൽ മാറ്റാൻ പാടില്ല. കറി ലീവ്സ് എൻ്റെ കൈ വെച്ചത് എല്ലാവരും എൻ്റെ കൈ ഒരു പാത്രമായി മാറി. അപ്പം കൊഞ്ചിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. നമ്മളിവിടെ എങ്ങനെ തക്കാളിയിൽ നിന്നും പൂ ഉണ്ടാക്കാമെന്ന് പഠിച്ചു. പിന്നെ എന്തായിരുന്നു, ക്യാരറ്റിൽ നിന്നും പൂ. 2 സാധനങ്ങൾ പഠിച്ചു. ഇപ്പോൾ കൊഞ്ച് ഫ്രൈ റെഡിയായി കഴിഞ്ഞു. പ്രോൺസ് മസാല ഇങ്ങനെ റെഡിയായോ? റെഡിയായി. ഓക്കെ. അപ്പോൾ ഏകദേശം നമ്മളൊരു 35 മിനിറ്റ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു അല്ലേ? 20 മിനിറ്റ്സ് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. പിന്നെ നമ്മൾ അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, നന്നായിട്ടൊന്ന് വഴറ്റി. പിന്നെ അതിലേക്ക് നമ്മൾ ഇതിട്ടു, ചില്ലി പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് കൊഞ്ചിട്ടു. 10 to 15 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വഴറ്റി കൊഞ്ച് റെഡിയായി. അപ്പോൾ ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഈ മണം വരാൻ ചേച്ചി പ്രത്യേകിച്ച് വേറെല്ലോ ഇട്ടായിരുന്നു? കറക്റ്റ് രീതിയിലെല്ലാം അതേ ചേരുവകൾ കറക്റ്റായി ചേർത്താൽ അതേ മണം കിട്ടും. പക്ഷെ കുറച്ച് കൈപ്പുണ്യം കൂടി ഇടണം അല്ലേ? നമ്മളെ കത്തി. അപ്പം ഇനി ഡെക്കറേഷൻ ആണല്ലേ? അതെ. അപ്പം കൊഞ്ച് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അവിടെ നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ പൂ വയ്ക്കാം നടക്കിങ്ങനെ അല്ലേ? ആഹാ, ഷോ എന്തൊരു ഭംഗിയാ നോക്കൂ. ഇനി ടേസ്റ്റിങ്ങിലേക്ക് കിടന്നാലോ? എനിക്കൊരു കുഞ്ഞു പാത്രം തരുമോ? നമുക്ക് അതിലേക്ക് സെർവ് ചെയ്ത് ഇത് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശൈലജ ചേച്ചിയുടെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഞാനിതിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ശൈലജ ചേച്ചി കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി തന്നതാണ്. ആരും എന്നെ നോക്കണ്ട. ആഹാ, കണ്ടിട്ട് നല്ല എരിവുണ്ടെന്ന് തോന്നുന്നു. നല്ല എരിവുണ്ടല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ചൂടോടെ കൊഞ്ചിത വായിലേക്ക്. സത്യസന്ധമായി ഞാനിതാ പറയുന്നു, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. കൊഞ്ചുണ്ടല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ആ മസാല അതിൻ്റെ അകം വരെ പോയിട്ടുണ്ട്. അതായത് നന്നായിട്ട് അത് കഴിക്കുമ്പം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ആ മസാല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ കൊഞ്ചിൻ്റെ ഫ്ലേവർ മസാലയിലും എത്തിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ അത്രയും സമയം എടുത്തല്ലേ അത് മിക്സ് ചെയ്തത്. നമ്മളുടെ ഫ്ലേവേഴ്സ് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ ഇല്ലെങ്കിലും ഈ കൊഞ്ച് നമ്മൾ തിന്നിരിക്കും. എന്താ ഇനി ഉണ്ടാക്കുന്നത്? ഫ്രൈഡ് വെജിറ്റബിൾ. ഓക്കെ, അപ്പോൾ ഇനി ഫ്രൈഡ് വെജിറ്റബിളിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ക്യാബേജ് സ്ലൈസ് ചെയ്ത്, ക്യാരറ്റ്, ബീൻസ്. ഓക്കെ, ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ഇത് മൂന്നും നന്നായിട്ട് സ്ലൈസ് ചെയ്ത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിരിക്കണം. മുളക് പൊടി, ഉപ്പ്, ഇത് മൈദാമാവും കോൺഫ്ലവർ, മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം.
ഒരേ അളവിൽ. ഓക്കെ. പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളുണ്ട്. എനിക്കൊന്നും ഇത് വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി പല അമ്മമാരും ഇപ്പൊ പറയും, ഓ ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ സ്ഥിരം ചെയ്യുന്നതാണല്ലോ, അങ്ങനെ പറയുന്നുണ്ടാവും. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. ആവശ്യമുള്ള സാധനം ഒരു ചീനച്ചട്ടി. അപ്പോൾ വെള്ളം ഒന്ന് പോയിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഓക്കെ. വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മൾ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മൈദയും കോൺഫ്ലവർ അത് ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടു. അതെ. ഇനി വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് നമ്മൾ ക്യാബേജും ക്യാരറ്റും ബീൻസും ഇട്ടു. മതി. ഇത് നന്നായിട്ടൊന്ന് മസാല പിടിച്ചോണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായില്ലേ? അതെ, ചൂടായി. അപ്പൊ ഇതിന് മാരിനേറ്റ് ചെയ്ത് വെക്കണ്ട, ചെയ്ത് അപ്പം തന്നെ ഇടാലോ? അപ്പം തന്നെ ചെയ്യാം. ഓക്കെ. ഇത് ഇടുന്ന രീതിയും കൂടെ ഇനി നോക്കാം അല്ലേ? ഓക്കെ. നീങ്ങുന്നോളൂ, മാറുന്നോളൂ, വെതറി ഇടണം അല്ലേ? അതെ. അഭിരാമി, അപ്പൊ ഇത് നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമുള്ള സംഭവമാണോ? അമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ്? എന്തൊരു സ്നേഹം. അമ്മ ഇവർക്ക് എല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത ഡയലോഗ്സ് അല്ലേ? അവിടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ത് പറയുന്നു? വാട്ട്സ് യുവർ ആംബിഷൻ? ബെസ്റ്റ് എഞ്ചിനീയർ. ബെസ്റ്റ് എഞ്ചിനീയർ. യു നോ വാട്ട്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇത് ഫ്രൈ ആയി. ഏകദേശം നമ്മളൊരു 10 മിനിറ്റ്സോളം ഇത് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തു. അപ്പം നമ്മുടെ വെജിറ്റബിൾ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. അമ്മേ, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ വെജിറ്റബിൾ വെച്ച് പല കാര്യങ്ങൾ ശാൽ ചേച്ചി ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെജിറ്റബിൾ കാർവിങ്, വെജിറ്റബിൾ ഫ്രൈ, എന്നിട്ട് നമുക്ക് നോൺ വെജ് ആയിട്ട് പ്രോൺസ് കറി, പ്രോൺസ് മസാല. അത് അടിപൊളിയായിരുന്നു. ഇതും അടിപൊളിയാണ്, അതും അടിപൊളിയാണ്, എല്ലാം ആൻറ്റിയും അടിപൊളിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും അടുത്ത ആഴ്ച ഇതേപോലൊരു അടിപൊളി എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. Till then, it's bye from Sarah. Bye.